എന്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചുകൊടുത്ത ഏറ്റവും ഉത്തമമായ സ്വലാത്തിന്റെ രൂപമാണിത്. ഇതിൽ ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും പരാമർശിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പേരുവന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിമിയ സ്വലാത്തിന്റെ പ്രത്യേകതകൾ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സ്വഹാബികൾ, ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിപ്പിച്ചുകൊടുത്ത രൂപമാണിത്. 2. നമസ്കാരത്തിലെ അവിഭാജ്യ ഘടകം. ഈ സ്വലാത്തില്ലാതെ ഒരു മുസ്ലിമിന്റെ 5 നേരത്തെ നമസ്കാരം പൂർണ്ണമാകില്ല. 3. ഏറ്റവും പൂർണ്ണമായ രൂപം. അല്ലാഹുവിന്റെ കരുണയും ബർക്കത്തും ഒരേപോലെ തേടുന്ന അതിമനോഹരമായ പ്രാർത്ഥനയാണിത്. 4. 2 പ്രവാചക കുടുംബങ്ങളുടെ ബന്ധം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇബ്രാഹിം നബി അതേ തങ്ങളുടെയും കുടുംബങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ഗുണങ്ങൾ. സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന പൊതുവായ ഗുണങ്ങൾക്ക് പുറമെ ഇബ്രാഹിമിയ സ്വലാത്തിന് സവിശേഷമായ ഫലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ 10 മടങ്ങ് അനുഗ്രഹം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 1 തവണ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 തവണ അനുഗ്രഹം റഹ്മത്ത് വർഷിക്കും. പാപമോചനം. സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ 10 പാപങ്ങൾ പൊറുക്കപ്പെടുകയും 10 പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ. പ്രാർത്ഥനയുടെ തുടക്കത്തിലും ഒടുവിലും സ്വലാത്ത് ചൊല്ലുന്നത് ആ പ്രാർത്ഥന അല്ലാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടാൻ സഹായിക്കും. പരലോകത്തെ ശുപാർശ, ഷഫാഅത്ത്. അന്ത്യദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കാൻ ഇത് കാരണമാകും. മനസമാധാനം. പതിവായി സ്വലാത്ത് ചൊല്ലുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കാനും ആകുലതകൾ അകറ്റാനും സഹായിക്കുന്നു.